നമ്മളിപ്പോൾ നിതിൻ്റെയും നിവിൻ്റെയും വീട്ടിലാണ് ഉള്ളത്. ഒരുപക്ഷെ കേരളം മുഴുവൻ ഞെട്ടി നമുക്കെല്ലാം വേദനയുണ്ടായ 20 വയസ്സുകാരനായ ശസ്ത്രക്രിയ കഴിഞ്ഞൊരു പയ്യനെ പോലീസ് എന്താ പറയുക ദ്രോഹിച്ച വിഷയം നമ്മൾ അറിഞ്ഞു. അതും ഒരു വ്യാജ പരാതിയിൽ 13കാരിയുടെ. ആ അമ്മ നമ്മുടെ കൂടെ ഉണ്ട്. ആ അമ്മയുടെയും കൂടെ അഭിപ്രായങ്ങൾ കേൾക്കാം. അമ്മ പറയണേ. ഷെർലി എന്ന അമ്മയുടെ പേര് പറയണോ? മോനെ വെള്ളിയാഴ്ച 3-ാം തീയതി വീട്ടിൽ വന്ന് കൊണ്ടുപോയ സമയത്ത് അപ്പോഴും ഞങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തുവാ കാര്യം. ഒരു പെറ്റി കേസ് പോലും എൻ്റെ 2 കുഞ്ഞുങ്ങളുടെയും പേര് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അപ്പച്ചോ പറഞ്ഞപ്പോൾ പറഞ്ഞു എൻ്റെ ഇളയ മകന് അവൻ്റെ പേരിലൊരു കേസുണ്ടെന്ന് പറഞ്ഞു, ഒരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എന്ത് കംപ്ലൈൻറ്റ്? ഇപ്പം ഞങ്ങൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, പക്ഷേ സാറുമാർ പറയാൻ തയ്യാറല്ല. കംപ്ലൈൻറ്റിലോട്ട് അത് നിങ്ങളിപ്പോൾ അറിയേണ്ട, കൂടുതൽ വന്നിട്ട് അറിഞ്ഞാൽ മതി എന്ന്, പോലീസ് സ്റ്റേഷനിലോട്ട് വന്ന് അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴും ഞങ്ങൾ പറയുന്നത് സാറേ കുഞ്ഞിന് ഓപ്പറേഷൻ ചെയ്തിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. ഓപ്പൺ സർജറി ചെയ്ത് അവൻ ബൈപ്പാസിൻ്റെ സർജറി ചെയ്തിട്ട് ഇരിക്കുന്ന വിശ്രമ സമയമാണ്. കുഞ്ഞിനെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഇവർ ഞങ്ങൾക്ക് ഒരു വാക്ക് തന്നെ ഉപദ്രവിക്കത്തില്ലെന്ന്, ചുമ്മാ ചോദ്യം ചെയ്യാനായിട്ട് കൊണ്ടുപോവുക, ഒരു സംശയത്തിൻ്റെ പേരിൽ കൊണ്ടുപോവുക എന്ന് പറഞ്ഞ് കുഞ്ഞിനെ കാറിനകത്ത് കൊണ്ട് സിവിൽ ഡ്രസ്സിലായിരുന്നു പോലീസുകാർ. അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയത്തുമില്ലായിരുന്നു. അങ്ങനെ എൻ്റെ മൂത്ത മോനെ ഇളയ മോനെയും കൂടെ ആയിരിക്കും കൊണ്ടുപോകുന്നത് തന്നെ എൻ്റെ മോനെ സ്റ്റേഷനിലോട്ടല്ല കൊണ്ടുപോയെന്ന് പറഞ്ഞു. സ്റ്റേഷനിലല്ല കൊണ്ടുപോയത്. അപ്പത് ഒരു ഫോട്ടോസ് ഉണ്ടെന്ന് അവനെ ഫോട്ടോസ് അവൻ പറയുന്ന അമ്മ എനിക്ക് അത് ഫോട്ടോസ് ആണ് എന്തുവാന്നൊന്നും അറിയത്തില്ല, ഒരു ഒരു ഇതുപോലെ കൊണ്ടുപോയത്, അവിടെ കൊണ്ടുപോയിട്ട് എന്നോട് ഇരിക്കാൻ പറഞ്ഞു, ഇരിക്കടാന്ന് പറഞ്ഞു, ചീത്ത വിളിച്ചെന്ന് പറഞ്ഞു, നന്നായിട്ട് ചീത്ത വിളിച്ച് അസഭ്യം പറഞ്ഞു. അത് കഴിഞ്ഞ് ഇരിക്കടാന്ന് പറഞ്ഞു. അവനെ മുട്ടുകാല ഇരുത്തിയെന്ന് പറഞ്ഞു. ഇരുത്തിയിട്ടാണ് കാലിൻ്റെ വെള്ളയ്ക്ക് 2-3 സാറുമാർ അടിച്ച് മാറി അടിച്ചെന്ന് പറഞ്ഞു. എന്നിട്ട് ചോദിക്കുന്ന ചോദ്യം, ഈ പെണ്ണിനെ അറിയുമോ? ഇതിൽ ഇപ്പം നമ്മൾ ഓരോ പേരിടുന്നുണ്ടല്ലോ, അതിജീവിത. ഈ അതിജീവിത അറിയുമോ എന്ന് ചോദിക്കുമ്പം ഇവൻ പറയുന്നത് സാറേ എനിക്ക് അറിയത്തില്ല, സാർ ഒരു കാര്യം ഫോട്ടോ കാണിക്കേ, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞപ്പോൾ ഇവരൊരു ഫോട്ടോ കൊണ്ട് കാണിച്ചപ്പം കുഞ്ഞു പറയുന്നത് ഇതിൻ്റെ ചേട്ടത്തി എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ട്, ആ ചേട്ടത്തിയുടെ ഞങ്ങൾ തമ്മിൽ പഠിച്ചിട്ടുള്ള ആ ഒരു ഇതേ അപ്പം ഈ കുഞ്ഞിനെ കണ്ടിട്ടുണ്ടെന്ന് മാത്രമേ കുഞ്ഞ് പറയുന്നുള്ളൂ. അല്ലട നീ നിന്റെ ലൊക്കേഷൻ ആ ഭാഗത്തുണ്ടായിരുന്നു, പിന്നെ നീ ബൈക്കായിട്ട് അത് തന്നെ ഓർത്തോണം, എൻ്റെ കുഞ്ഞ് ബൈക്ക് ഓടിക്കത്തില്ല. അപ്പം ഇവരെ എങ്ങനെയെങ്കിലും ഇത് അടിച്ചേൽപ്പിക്കണം, ഇവനെ കൊണ്ട് കുറ്റം എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം, ആരോ നിർബന്ധിക്കുന്നത് പോലെ ഇവർ എൻ്റെ കുഞ്ഞോട് പെരുമാറിയത്. ഇല്ല ഞാൻ ചെയ്തിട്ടില്ല, CCTVയിലെല്ലാം നിന്റെ പടം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോൻ പറഞ്ഞെന്നാൽ സാർ എന്നെ അത് ആവശ്യമൊന്ന് കാണിക്കേ എന്ന് പറഞ്ഞ് അപ്പോൾ അന്നേരം കൊണ്ട് കാണിച്ചിട്ടില്ല. ഇതെല്ലാം ചെയ്ത് ക്രൂരമായി. അത് കഴിഞ്ഞിട്ട് ഈ ഇരുന്ന സമയത്ത് തന്നെ 2 ചെവിയേലും പിടിച്ച് എല്ലാം മുയൽ കുഞ്ഞിനെ എങ്ങനെ നമ്മൾ തറയിങ്ങനെ വലിച്ച് പൊക്കുന്ന അതേപോലെ എൻ്റെ കുഞ്ഞിനെ 2 ചെവി പിടിച്ച് മേബോട്ട് പൊക്കിയെന്ന് പറഞ്ഞു. പൊക്കിയിട്ട് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവരെ അപ്പോൾ പൂട്ടിട്ടൊരു സാറ്, ഈ അടിക്കുന്ന സാറ് അന്നേരം പൂട്ടിട്ടിട്ടില്ല. ഈ ഷൂ ഇട്ട സാറിനോട് പറയുന്നു ഇവൻ്റെ കാലെ ചവിട്ടാൻ പറയുന്നു. അങ്ങനെയാണ് ആദ്യം ഒരു കാലെ ചവിട്ടിയെന്ന് പറഞ്ഞു. ഒരു കാലെ ചവിട്ടി തിരുമി ചോദിച്ചു, നിനക്ക് ഈ കൊച്ചിനെ അറിയത്തില്ലോടാ, നീ എന്തിനാടാ കള്ളം പറഞ്ഞു, നീ പഠിച്ച കള്ളനാടാ പറഞ്ഞ് പച്ചതെറിയ വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എവിടെയൊക്കെ അടിച്ചെന്ന് കുഞ്ഞിന് പോലും ബോധമില്ല. അവൻ പറയാൻ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യായിരുന്നമ്മേ, കാലടിച്ച് പറഞ്ഞു. ആ രണ്ടാമത്തെ കാലേനും ഷൂ ഇട്ട് ഇങ്ങനെ ചവിട്ടി ഇതാക്കി. എന്നിട്ട് കുഞ്ഞിനെ ഇരുത്തിയിട്ട് ഈ തല പിടിച്ച് താഴെ ഇങ്ങനെ മുടി പിടിച്ച് താഴെ മുടിച്ചിട്ട് ഈ മേലോട്ടെടുത്ത് മുടി പിടിച്ച് പിഴുതെന്ന് പറഞ്ഞു. ഇങ്ങനെ താഴോട്ട് പുനിച്ചപ്പോൾ തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ പുറത്തൊരു വിലക്കം പോലെ വീണ് വേദന പോലെ. ആ വേദനയാണ് കഴിഞ്ഞ ഈ 2 ദിവസത്തേക്ക് മുമ്പ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി, നെഞ്ചുവേദനയെ തുടർന്ന് ഒരു ദിവസം രാത്രിയിൽ. അപ്പം ഈ വേദന ഇതുവരെ ഇവനെ വിട്ടു മാറിയിട്ടില്ല. ഇനി ഇവൻ്റെ നെഞ്ചിനും വേദനയുള്ളൂ, പുറത്തും വേദനിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടും ഇവർ പറഞ്ഞു, ഈ മാധ്യമത്തിൽ കൂടിയാണ് ഞങ്ങൾ അറിഞ്ഞത്, മാതാപിതാക്കളുടെ സാന്നിധ്യത്തില കുഞ്ഞുങ്ങളെ ചോദ്യം ചെയ്തതെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട് ഈ പോലീസുകാർ. ഒരിക്കലുമല്ല. എൻ്റെ കുഞ്ഞിനെ തലേരാത്രി 8:30 ഇവിടുന്ന് കൊണ്ടുപോകുന്നു. ഞങ്ങൾ തൊട്ടു പുറകെ ഞങ്ങൾ 2 പേരും പോകുന്നു. അവിടെ ചെന്നതിന് ശേഷം എൻ്റെ കുഞ്ഞിനെ മുഖാമുഖം കാണുന്നത് പിറ്റേ ദിവസം 4-5 മണി ഇവർ നിരപരാധിയാണെന്ന് പറയാൻ വേണ്ടി മാത്രം സർക്കിളും പോലീസുകാരും ഞങ്ങളെ വിളിപ്പിക്കുമ്പോഴാണ് എൻ്റെ കുഞ്ഞിൻ്റെ മുഖാമുഖം കാണുന്നതും സംസാരിക്കുന്നതും.
അല്ലാതെ എൻ്റെ കുഞ്ഞിനെ ചെയ്തതോ. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് പീഡനം എല്ലാം കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് കസേരയിൽ ഇരുത്തിയിട്ട് വിലങ്ങ് എന്തുവാ സാറേ ഈ ലോകത്ത് എന്തുവാ നടക്കുന്നത്, വിലങ്ങ് കുഞ്ഞിൻ്റെ കസേരയിലും കുഞ്ഞിൻ്റെ കയ്യിലും കൂടെ അതിരുത്തിയത് മണിക്കൂറുകൾ. ഞങ്ങളിത് എങ്ങനെ സഹിക്കും? ഈ 2 ദിവസക്കാലം ഞങ്ങൾ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക പീഡനം, എൻ്റെ കുഞ്ഞ് അനുഭവിച്ച മാനസിക പീഡനോ ശാരീരിക പീഡനോ, ഇത് ഞങ്ങൾ എവിടെ കൊണ്ട് സഹിക്കും, എവിടെ കൊണ്ട് തീർക്കും സാറേ? അമ്മയ്ക്ക് എന്താ മോനെ ഉപദ്രവിച്ചല്ലോ. ഞാൻ ഇത് നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലാജിയോട് അവിടേക്ക് എത്തിക്കാം. രമേശ് ചെന്നിത്തലാജിയോട് എന്താ പറയാനുള്ള അമ്മയ്ക്ക്? എനിക്ക് പറയുന്നത് എനിക്ക് നീതി കിട്ടണം, എൻ്റെ കുഞ്ഞിന് നീതി കിട്ടണം. കാരണം എൻ്റെ കുഞ്ഞ്, ഞാൻ പറയാനുള്ളത്, ഇവിടെ ഞങ്ങൾ റെന്റിന് താമസിക്കുന്നത്. എൻ്റെ കുഞ്ഞ് ഈ ഐസ്ക്രീം കമ്പനിയിൽ പോയി നൈറ്റ് ജോലി ചെയ്തിട്ടാണ് വാടക, ഇവിടെ 5000 രൂപയ്ക്ക് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. കുഞ്ഞ് വാടക കൊടുക്കുന്നത്. അവനെ ലോൺ എടുത്തിട്ടാണ്, കുടുംബശ്രീയിൽ ലോൺ എടുത്തിട്ട് അവനെ ഓപ്പറേഷൻ ശ്രീചിത്രയിൽ കൊണ്ടുപോയി ചെയ്തത്. അവനെ തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം തിരിച്ചു കിട്ടി. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ അവൻ പറഞ്ഞമ്മേ, ഞാൻ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ജോലി ചെയ്തിട്ട് വാടക നമുക്ക് കൊടുക്കാം, ലോണ് പപ്പയെ കൊണ്ട് അടപ്പിക്കാം. അങ്ങനെ ഇന്നും ഞങ്ങൾ ലോൺ അടച്ചുകൊണ്ടിരിക്കുക. ഇന്നും ഞങ്ങൾ ലോൺ അടച്ച് തീർന്നിട്ടില്ല. ആ കുഞ്ഞിനാണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായി പോലീസുകാർ മർദ്ദിച്ച് എൻ്റെ കുഞ്ഞിനെ ഈ വിധത്തിലാക്കിയത്. അതുകൊണ്ട് അവിടുന്ന് ഒരു നീതി ഉണ്ടാക്കി തരണം, അവിടുന്ന് ഞങ്ങൾക്ക് നീതി കിട്ടണം. ഇതെന്തുകൊണ്ട് ഈ ഒരു തരത്തിലും മുൻപരിചയമോ യാതൊരു കോണ്ടാക്റ്റോ ഒന്നും ഇല്ലാത്ത അതെ ഈ പോലീസുകാർ ചെയ്തതു ഫസ്റ്റ് 1ാമത്തെ തരം തൊട്ട് ലാസ്റ്റ് വരെ ചെയ്തത് നിയമവിരുദ്ധമാണ്. ഇത് ജനങ്ങൾക്ക് മാത്രമല്ല നിയമം വെച്ചിരിക്കുന്നത്, പോലീസുകാർക്കും അധികാരികൾക്കും, ഓരോ അധികാരികൾക്കും അതിൻ്റെതായ നിലയിൽ നിയമമുണ്ട് അല്ലേ? അപ്പൊ ആ നിയമം വിട്ടാണ് ഇപ്പൊ ഇവര് ചെയ്തിരിക്കുന്നത്. അല്ലെ കൊണ്ടുപോയി ചോദ്യം ചെയ്തത് കൊണ്ട് ഞങ്ങൾക്ക് വിഷമമില്ല, സംശയാസ്പദമായി കൊണ്ട് ചോദ്യം ചെയ്തു. പക്ഷെ ഉപദ്രവിക്കാൻ ഇവർക്ക് അധികാരം കൊടുത്തു. ഉപദ്രവിക്കണമെങ്കിൽ ഇതിനുള്ള തെളിവന്തിയെ, ആ പെങ്കൊച്ചിനെ ഹാജരാക്കിയില്ല, പെങ്കൊച്ചിനെ വൈദ്യ പരിശോധന കിട്ടില്ല, ആ കൊച്ചിനെ ഇവരെ ഒന്നുമില്ല. ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞ് ചാടി ഇറങ്ങി ചെയ്തില്ല. അപ്പൊ ഇതിനകത്തെ ദുരൂഹത എന്താന്ന് ഞങ്ങളെ മനഃപൂർവ്വം ഞങ്ങളെ കൊടുക്കാനുള്ള വഴിയായിരുന്നെന്ന് ഞങ്ങളിപ്പോ സംശയിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് പരമാവധി ശിക്ഷ പോലീസുകാരുടെ മേലിലുള്ള ഇപ്പൊ നമ്മൾ പോലീസുകാരുമായിട്ടാണ് ഇപ്പൊ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. അവരുടേതായ നിലവാരത്തിൽ അവർ ചെയ്യും, അവർക്ക് ഇതിൽ നിന്ന് തടി ഊരണമെങ്കിൽ. പക്ഷെ അനുഭവിച്ചത് ഞങ്ങളാണ് ഇതിനൊക്കെ ഇരയായി ആക്കപ്പെട്ടവര്. അപ്പൊ ഞങ്ങൾക്ക് പരമാവധി നീതി കിട്ടണം. ഈ പോലീസുകാരുടെ മേലെ നടപടി സ്വീകരിക്കണം. അതുപോലെ തന്നെ ഈ അതിജീവിത എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ആര് ഇതിനെ കൊണ്ട് ചെയ്യിപ്പിച്ച്, അപ്പൊ ഞങ്ങൾക്ക് അതിന് തക്ക കോമ്പൻസേഷൻ എല്ലാം ഞങ്ങൾ ഇവിടുന്ന് കിട്ടിയ ഞങ്ങൾ പരമാവധി ശ്രമിക്കാം. അമ്മ മനുഷ്യാവകാശ കമ്മീഷനിൽ അടക്കം ശ്രമിക്കണം. ഇത് രമേശ് ചെന്നിത്തലാജിയും അവരുടെ ടീമിനടുത്ത് ഞാൻ എത്തിക്കുകയും ചെയ്യാം. ശരിയാ.